കണ്ണൂരിലേക്കൊന്ന് പോകാം. കണ്ണൂരിൽ പാനൂരിൽ വീണ്ടും ബോംബ് സ്ഫോടനം. ചെണ്ടയാട് കണ്ടൂത്തുചാലിൽ ഇന്നലെ രാത്രിയാണ് സ്ഫോടനമുണ്ടായത്. നാടൻ ബോംബ് എറിഞ്ഞെന്നാണ് സംശയം. മാസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് സ്ഫോടനം നടന്നിരുന്നു. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, സ്ഫോടനം നടന്നത് എവിടെയാണ്? നാടൻ ബോംബാണ് ഇപ്പോൾ സ്ഫോടനത്തിൽപ്പെട്ടതെന്ന് കരുതുന്നു. ആരെങ്കിലും എറിഞ്ഞതാണോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? എന്തെങ്കിലും സൂചനകൾ പോലീസ് നൽകുന്നുണ്ടോ? അരുൺ, പാനൂർ ചെണ്ടയാട് കണ്ടോത്തുചാലിലാണ് ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടുകൂടി ബോംബ് സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. 2 ബോംബുകളാണ് പൊട്ടിയതെന്നുള്ളതാണ് പ്രദേശവാസികളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പാനൂരിൽ ഇത്തരത്തിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാവുന്നത് ആശങ്കയുണ്ടാക്കുന്നതാണ്. കഴിഞ്ഞ 2 ദിവസം മുൻപ് തന്നെ പുളിയത്താംകുന്നിൽ ഒരു പട്ടാപ്പകൽ ഒരു ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി തന്നെ ഇത്തരത്തിലൊരു ബോംബ് സ്ഫോടനം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വാർത്തയും ഉണ്ടായിരുന്നു. പോലീസ് ആ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും അവിടെ നിന്ന് സ്ഫോടനത്തിൻ്റെ ചില അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഈ പറയുന്ന ആ പ്രദേശത്ത് തന്നെയുള്ള മറ്റൊരു സ്ഥലത്ത്, അതിൻ്റെ കുറച്ച് താഴ്ഭാഗത്തായിട്ടുള്ള ഒരു സ്ഥലത്ത് വീണ്ടും ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത്. പരസ്പരം നേരത്തെ തന്നെ പാനൂർ പുളിയാത്തോട് ബോംബ് സ്ഫോടനം ഉൾപ്പെടെ അതിനകത്ത് ഒരാളുടെ ജീവൻ നഷ്ടമാവുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. തുടർച്ചയായ രീതിയിലുള്ള ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ പാനൂർ. അതുപോലെ തന്നെ ചെറ്റക്കണ്ടി, അതുപോലെ തന്നെ മുളിയാത്തോട്, കണ്ടോത്തുചാൽ തുടങ്ങിയിട്ടുള്ള മേഖലകൾ. കുറച്ച് നാളുകളായി ഈ ഇത്തരം ബോംബ് സ്ഫോടനങ്ങൾ അവിടെ എവിടെയും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എങ്കിൽ കൂടി ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി വീണ്ടും ഇത്തരത്തിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് വലിയ തോതിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. 2 ബോംബുകളാണ് പൊട്ടിയത് എന്നുള്ളതാണ് പ്രദേശവാസികളിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. എന്തായാലും ബോംബിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിൽ നാടൻ ബോംബുകളുടെ ചില അവശിഷ്ടങ്ങൾ പോലീസ് അവിടെ എത്തി ശേഖരിച്ചിരുന്നു. പോലീസിൻ്റെ പരിശോധന നടത്തുന്നുണ്ട്. ഈ പരസ്പരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകളുമൊക്കെ പലപ്പോഴും അക്രമത്തിലേക്കും ഇത്തരത്തിൽ ബോംബ് സ്ഫോടനങ്ങളിലേക്കും ബോംബ് എറിയുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പാനൂർ മേഖലയിൽ കടക്കാറുണ്ട്. പക്ഷേ ഏത് വിഭാഗം ഉദ്ദേശിച്ചാണ് അത്തരത്തിലുള്ള ബോംബ് ഇപ്പോൾ എറിഞ്ഞിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും കഴിഞ്ഞ, അതായത് ഒരു 6 മാസങ്ങൾക്കൊക്കെ മുൻപ് ജൂൺ 23-ാം തീയതി ഇതേ സ്ഥലത്ത് തന്നെ ഒരു ബോംബ് എറിഞ്ഞ ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. അതായത് ആ സംഭവം നടന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ 6 മാസത്തിന് എന്തായാലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. പാനൂർ അതുപോലെ തന്നെ ഈ പറയുന്ന പ്രദേശമൊക്കെ തന്നെ CPM-നും BJP-ക്കും ഒക്കെ നല്ല സ്വാധീനമുള്ള മേഖലയാണ്. എല്ലാ പാർട്ടികളും, അതായത് BJP-ക്കും CPM-നും ശക്തമായിട്ടുള്ള സ്വാധീനമുള്ള ഒരു പ്രദേശം കൂടിയാണിത്. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കൂടുതൽ സ്വാധീനമുള്ള മേഖലയാണ് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ എങ്കിൽ കൂടി CPM-നും BJP-ക്കും ആണ് പ്രധാനപ്പെട്ട സ്വാധീനമുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ ഭാഗമായിരിക്കാം എന്നുള്ളതാണ്. ഒരു പക്ഷേ പോലീസും അതുപോലെ തന്നെ അവിടെയുള്ള നാട്ടുകാരും പറയുന്നത് ഏതെങ്കിലും തരത്തിലൊരു ഭീതി പടർത്തുക അല്ലെങ്കിൽ ഒരു പേടി ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം അതിൻ്റെ ഉദ്ദേശം എന്നുള്ളതാണ് പറയുന്നത്. കാരണം 2 ദിവസം മുമ്പ് ഈ പറയുന്ന പുളിയത്താംകുന്ന് എന്ന് പറയുന്ന ഇതിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പ്രദേശത്ത് ബോംബ് സ്ഫോടനം നടന്നിരുന്നു. അതിൻ്റെ ചില അവശിഷ്ടങ്ങൾ നടത്തി. അത് ഏതെങ്കിലും ഒരു വിഭാഗം നടത്തിയപ്പോൾ ആ മറുവിഭാഗത്തെ ഒന്ന് പേടിപ്പിക്കാൻ, അതായത് നിങ്ങളുടെ കൈവശം മാത്രമല്ല ഞങ്ങളുടെ കൈവശവും ബോംബുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ആയിരിക്കണം ഇത്തരത്തിലുള്ള ഒരു ബോംബ് സ്ഫോടനം നടത്തിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് പ്രദേശവാസികളും പോലീസും ഒക്കെ ഒരു സൂചനകളായി പറയുന്നത്. പാനൂരിലാണ് വീണ്ടും നാടൻ ബോംബ് സ്ഫോടനം നടന്നിരിക്കുന്നു. ഈ കണ്ണൂരിൽ ഈ ബോംബ് സ്ഫോടനം നടക്കുന്ന സ്ഥലത്ത് ഇത് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് പന്നിപ്പടക്കമൊക്കെ കൊമേഴ്സ്യൽ അടിസ്ഥാനത്തിൽ വിറ്റ് എന്തെങ്കിലും ജീവിച്ച് അവർക്ക് സമ്പാദിച്ചുകൂടെ? ഇതൊക്കെ ഇങ്ങനെ നാട്ടുകാരെ അറിഞ്ഞ് പേടിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ എന്നൊരു ചോദ്യം സ്വാഭാവികമാണ്.